നമസ്കാരം മക്കളെ, വെൽക്കം ടു എജുപോഡ്. ആകാശ് മാഷാണ്. അപ്പോൾ മലയാളത്തിലെ അടിപൊളിയായിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള ഒരു പാഠഭാഗമായിരുന്നു മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്നുള്ള പാഠഭാഗം. അപ്പോൾ പി കുഞ്ഞൻ നായർ എന്നറിയപ്പെടുന്ന തിക്കോടിയൻ രചിച്ചിട്ടുള്ള രാക്ഷസന്റെ ചിരി എന്നുള്ള കഥാപുസ്തകത്തിൽ ഒരു ചെറിയ കഥയാണെന്നടാ നമുക്ക് പഠിക്കാനുള്ള മുത്തശ്ശി കഥ തുടങ്ങുന്നു എന്നുള്ള പാഠഭാഗം. അപ്പോൾ ഒരു കഥ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് കഥയോടൊപ്പം തന്നെ ചില കഥാപാത്രങ്ങളും കടന്നു വരുന്നുണ്ട്. അങ്ങനെ ചില കഥാപാത്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കഥ വായിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, തങ്ങി നിൽക്കുന്നുണ്ട്. കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷയ്ക്കും പൊതുവെ ഉണ്ടാവാറുണ്ട്. എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ആ പരീക്ഷ പേപ്പറിൽ പുതുതായിട്ട് തന്നിട്ടുള്ള ഒരു കഥയിൽ നിന്ന് ആ കഥയുമായി ബന്ധപ്പെട്ട ഒരു കഥാപാത്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക എന്നുള്ള ചോദ്യം. മക്കളെ, എന്താണ് കഥാപാത്ര നിരൂപണം? കഥാപാത്ര നിരൂപണം പരീക്ഷകൾക്കകത്ത് നമുക്ക് പരിചിതമാണ് അല്ലെ? ഒരു കഥാപാത്രം, ആ കഥയിലുള്ള കഥാപാത്രത്തിന്റെ സ്ഥാനം, അതുപോലെ എന്താണ് ആ കഥാപാത്രം നമ്മൾ പരിചയപ്പെടുത്തുന്നു, കഥാപാത്രത്തിന്റെ സ്വഭാവങ്ങൾ, അദ്ദേഹത്തിന്റെ പെരുമാറ്റം, സംസാര രീതിയുടെ പ്രത്യേകതകൾ, ഇനി സമാനമായ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ നമുക്കറിയാവോ? ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കഥാപാത്ര നിരൂപണം തയ്യാറാക്കുന്നത്. മക്കളെ, ഒരു വീഡിയോയിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, കഥാപാത്ര നിരൂപണം സെറ്റ് ചെയ്ത് പോവാണ്. അപ്പൊ ഒരു കഥാപാത്ര നിരൂപണം എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ആദ്യത്തെ നമ്മൾ എന്ത് ചെയ്യണം, കഥാപാത്രത്തെ പരിചയപ്പെടുത്തണം. ഏത് കഥയിലെ ഏത് എഴുത്തുകാരന്റെ ഏത് കഥയിലെ കഥാപാത്രമാണ് എന്ന് എന്ത് ചെയ്യുന്നു, ആദ്യം നമ്മൾ പരിചയപ്പെടുത്തുന്നു. ആ കഥാപാത്രത്തിന്റെ കഥയിലെ സ്ഥാനം നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കുകയാണ്. ചില സമയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം അറിയാം. അപ്പോൾ നമുക്ക് പറയാം ഈ കഥയിലെ മുഖ്യ കഥാപാത്രമാണ് ഈ കഥയിലെ ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം, പറയാലോ. അതുപോലെ കഥയിലെ സ്ഥാനം നമ്മൾ എന്ത് ചെയ്യുന്നു, അവതരിപ്പിക്കുന്നു. ഇനി കഥാപാത്രത്തിന്റെ സ്വഭാവം എന്തൊക്കെയാണ്? സ്നേഹമുള്ള ആളാണ്, ഓമനത്തുള്ള ആളാണ്, വാത്സല്യമുള്ള ആളാണ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കഥാപാത്രത്തിന്റെ സ്വഭാവമായിട്ട് പറയാം. വേഷവിധാനം, വേഷത്തിന് സവിശേഷതകൾ ഉണ്ടോ, ഏതൊക്കെ വേഷമാണ് ധരിച്ചിരിക്കുന്നത് കഥയിൽ പറയുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, അത് ഉൾപ്പെടുത്താം. ഇനിയോ പെരുമാറ്റം എങ്ങനെയാണ്, ആളുകളോടുള്ള സംസാരം എങ്ങനെയാണ്, സംസാരത്തിൽ നാടൻ വാക്കുകൾ, നാടൻ ശൈലിയിൽ സംസാരിക്കുന്ന കഥാപാത്രങ്ങൾ നമുക്കറിയാം. അത്തരത്തിൽ സംസാരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? കഥാഗതിയിലുള്ള പങ്ക്, അതായത് കഥാപാത്രം എന്ത് ചെയ്യുന്നു, കഥാപാത്രത്തിന്റെ ഇടപെടലുകൾ, കഥയിൽ കഥാപാത്രത്തിന്റെ ഇടപെടലുകൾ എങ്ങനെയൊക്കെയാണ് കഥയെ സ്വാധീനിക്കുന്നത്, അതാണ് കഥാഗതിയിലുള്ള പങ്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഉണ്ണിക്കണ്ണൻ. ഉണ്ണിക്കണ്ണനുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, ഉണ്ണിക്കണ്ണനുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ കഥ ആദ്യം മുതൽ അവസാനം വരെ സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും ഉണ്ണിക്കണ്ണൻ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായി വരുന്നുണ്ട്. ഇനിയോ സമാന കഥാപാത്രം നിങ്ങൾ പഠിച്ചിട്ടുള്ള മറ്റേതെങ്കിലും കഥകളിൽ, നിങ്ങൾ വായിച്ചിട്ടുള്ള മറ്റേതെങ്കിലും കഥകളിൽ ഈ ഉണ്ണിക്കണ്ണനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ കഥയിലെ കഥാപാത്രങ്ങളെ പോലെ അതേ സ്വഭാവമുള്ള, അതേ രൂപസാദൃശ്യമുള്ള കഥാപാത്രങ്ങളുണ്ടോ എന്നാണ് സമാന കഥാപാത്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അവസാനത്തിൽ നിങ്ങളുടെ അഭിപ്രായമാണ്. ഈ കഥാപാത്രത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം എന്താണ്, അതുകൂടി ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം, കഥാപാത്ര നിരൂപണം മനോഹരമാക്കി എഴുതാൻ വേണ്ടി പറ്റും. മക്കളെ, ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളും അവരുടെ സവിശേഷതകളുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആദ്യത്തേത് ഉണ്ണിക്കണ്ണനാണ്. ഉണ്ണിക്കണ്ണൻ വാശിക്കാരനാണ്, പേടിയില്ലാത്ത ആളാണ്, അമ്മയെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്, മുത്തശ്ശിയെ ഇഷ്ടമുള്ള ആളാണ്, എല്ലാവരോടും സ്നേഹമുള്ള ആളാണ്. പക്ഷേ രാക്ഷസനെ ഉണ്ണിക്കണ്ണൻ എന്തില്ലടാ ഇഷ്ടമില്ല. രാക്ഷസൻ എന്ന് പറയുന്നത് ഒരു ക്രൂരനായിട്ടുള്ള കഥാപാത്രമാണല്ലേ. ആ ബംഗ്ലാവിലെ ആ വലിയ വീട്ടിലെ ക്രൂരനായ കഥാപാത്രമാണ് രാക്ഷസൻ. അദ്ദേഹത്തെ ആർക്കും ഇഷ്ടമല്ല, ഉണ്ണിക്കണ്ണൻ ഇഷ്ടമല്ല. മോഹങ്ങളുള്ള കുട്ടിയാണ്, ഒരുപാട് മോഹങ്ങളുള്ള കുട്ടിയാണ് അല്ലെ. ഊഞ്ഞാല് വേണമെന്ന് മോഹമുള്ള കുട്ടിയാണ് ആര്, ഉണ്ണിക്കണ്ണൻ. പിന്നെയോ ഊഞ്ഞാലാടാൻ ഇഷ്ടമാണ്, കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, കഥയിൽ നിന്ന് ഉണ്ണിക്കണ്ണനെ കുറിച്ച് മനസ്സിലാക്കാം. ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ണിക്കണ്ണന്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാം. ഇനി മറ്റൊരു കഥാപാത്രമാണ് അമ്മ എന്ന് പറയുന്ന കഥാപാത്രം. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ജീവിതത്തിലെ പോരാളിയാണ്, അധ്വാനിച്ച് ജീവിക്കുന്നു. ഉണ്ണിക്കണ്ണൻ ഒരുപാട് ഇഷ്ടമാണ്, വാത്സല്യനിധിയായ മാതാവാണ്, മെലിഞ്ഞു ക്ഷീണിച്ച ശരീരമാണ്, ദാരിദ്ര്യം, ഇല്ലായ്മ എന്തുണ്ട്, അമ്മയുടെ വാക്കുകളിലും പ്രവൃത്തിയിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അമ്മയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാടാ, പഠിച്ചു വെക്കാം. പിന്നെയോ മുത്തശ്ശി ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. ദേ നിങ്ങളെ നോക്കിയേ, മുത്തശ്ശിക്ക് മുഖമുണ്ടോ? ഇല്ല. മുത്തശ്ശിക്ക് എന്തുകൊണ്ട് മുഖമില്ല? ഈ മുത്തശ്ശിയുടെ മുഖം എന്റെയും നിങ്ങളുടെയും മുത്തശ്ശിയുടെ മുഖമാണ്. അതുകൊണ്ടാണ് മുത്തശ്ശി എന്ന കഥാപാത്രത്തിന് ഇവിടെ മുഖമില്ലാത്തത്. മുത്തശ്ശി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മുത്തശ്ശിയെ തന്നെ ഓർമ്മ വരുന്നു. എന്തൊക്കെ കാര്യങ്ങള്? മെലിഞ്ഞുണങ്ങിയ ശരീരം, പല്ലുകളില്ല, ഉണ്ണിക്കുട്ടനെ കഥകൾ പറഞ്ഞു നൽകുന്നു, ഉണ്ണിക്കണ്ണനെ ഏറെ ഇഷ്ടം, വാത്സല്യനിധിയായ മുത്തശ്ശി, കേൾവി കുറവാണ്. ഈ കാര്യങ്ങളൊക്കെ
നമ്മുടെ വീട്ടിലുള്ള മുത്തശ്ശിയെ കുറിച്ച് ചോദിക്കുമ്പോഴും ചിലപ്പോൾ ശരിയായിരിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മുത്തശ്ശിയെ ഓർത്തെടുക്കാൻ വേണ്ടി ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, കഥാപാത്രത്തിന് മുഖം നൽകിയിട്ടില്ല. മക്കളെ, മുത്തശ്ശിയെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഉൾപ്പെടുത്താം. ഇനി ഏറ്റവും ക്രൂരനായിട്ടുള്ള കഥാപാത്രമാണ് രാക്ഷസൻ എന്നുള്ള കഥാപാത്രം. സ്നേഹമില്ലാത്ത ആളാണ്, വലിയ വീടിന്റെ അധികാരിയാണ്, കഷണ്ടിത്തല, നരച്ച പിരികം, ദേഷ്യം പിടിച്ച മുഖം. ഇതൊക്കെയാണ് ആരുടെ സ്വഭാവ സവിശേഷത, ഈ രാക്ഷസൻ എന്നുള്ള കഥാപാത്രത്തിന്റെ സ്വഭാവ സവിശേഷത. അപ്പോൾ ഈ രീതിയിൽ ഏത് കഥാപാത്രം ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാനാവണം, എഴുതാൻ വേണ്ടി പറ്റണം. അങ്ങനെ നമ്മൾ ഉണ്ണിക്കണ്ണന്റെ കഥാപാത്ര നിരൂപണം എഴുതുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം എഴുതുന്നത് തിക്കോടിയന്റെ മനോഹരമായ ഒരു കഥയാണ് രാക്ഷസന്റെ ചിരി. അതിലെ ചെറിയൊരു ഭാഗമാണ് മുത്തശ്ശി കഥ തുടങ്ങുന്നു എന്ന ഭാഗം. 7 വയസ്സ് പ്രായമുള്ള നിഷ്കളങ്കനായ ബാലനാണ് ഉണ്ണിക്കണ്ണൻ. അമ്മയോടും മുത്തശ്ശിയോടും ഉണ്ണിക്കണ്ണന് ഒരുപാട് സ്നേഹമാണ്. മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്ന കഥകളിൽ നിന്നാണ് അവന് ഊഞ്ഞാലിനോട് മോഹം ഉണ്ടാവുന്നത്. ഊഞ്ഞാല് വേണമെന്ന് പല പ്രാവശ്യം പറയുന്നതിലൂടെ പ്രായത്തിൻ്റെതായ വാശിയും കുറുമ്പും ഉണ്ണിക്കണ്ണനെ കാണാം. അമ്മ വലിയ ഒരു വീട്ടിൽ ജോലിക്ക് പോവാണ്. കുടുംബം മുന്നോട്ട് പോകുന്നത്. അവിടെ മിച്ചം വരുന്ന ഭക്ഷണമാണ് ഉണ്ണിക്കണ്ണന് അമ്മ നൽകിയിരുന്നത്. ദാരിദ്ര്യത്തിലും തീവ്രമായി തൻ്റെ മകനെ സ്നേഹിച്ച ഒരമ്മയെ ഇവിടെ കാണാൻ സാധിക്കും. മുത്തശ്ശിയും സ്നേഹനിധിയാണ്, ധാരാളം കഥകൾ പറഞ്ഞു തരും. വലിയ വീട്ടിലെ പൂന്തോട്ടങ്ങൾ ഇഷ്ടമാണെങ്കിലും അവന് അവിടെയുള്ള കാരണവരോട് ഇഷ്ടമില്ല. ദേഷ്യക്കാരനാണ് കാരണവർ. ഇങ്ങനെ ഓരോ കഥാപാത്രവും നമ്മുടെ മനസ്സിൽ ഇടം നേടുന്നു. അപ്പോൾ എല്ലാ കഥാപാത്രത്തെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ തൊട്ടുപോയിട്ടുണ്ട്. അതിൽ ഏത് കഥാപാത്രമാണോ ചോദിക്കുന്നത് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ എഴുതുക. ഏത് കഥാപാത്രത്തെ കുറിച്ച് ചോദിക്കുമ്പോഴും കഥയിൽ കഥാപാത്രത്തെ പരിചയപ്പെടുത്തുക. അവരുടെ സ്വഭാവം, വേഷം, പെരുമാറ്റം തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക, പറയുക. സമാന സ്വഭാവമുള്ള കഥാപാത്രം കൊണ്ട് നിങ്ങൾക്ക് പറയാം. ഇനി നിങ്ങൾക്ക് ആ കഥാപാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്ക് ഈ കഥാപാത്രം ഇഷ്ടമായി എന്ന് പറഞ്ഞുകൂടി എന്ത് ചെയ്യുക, ഈ കഥാപാത്ര നിരൂപണം അവസാനിപ്പിക്കുക. മക്കളെ, ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കഥാപാത്ര നിരൂപണം എന്നുള്ള ചോദ്യം എന്ത് ചെയ്യണം, സെറ്റ് ചെയ്ത് പോവാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.